ഞാൻ പറയുന്ന വാചകം ഒന്നും കൂടെ പറയട്ടെ. ഇന്നലെ വരെ നിങ്ങൾ ജീവിച്ച ജീവിതം ജീവിക്കാനല്ല യേശു ഈ ലോകത്തിൽ വന്നത്, പകരം യേശു ഈ ലോകത്തിൽ വന്നത് ഒരു പുതിയ ജീവിതം തരാനാ. ഇന്നലത്തെ ജീവിതം ജീവിക്കാനായിട്ട് നിങ്ങൾ പള്ളി വരില്ലേ? നിങ്ങളുടെ കടം മാറി പള്ളി വന്നു, ഈ ഒരു പ്രശ്നം മാറി പള്ളി. ഇന്നലത്തെ ജീവിതം ജീവിക്കാനല്ല പള്ളി വരണ്ടേ. ആളുകൾ പറയണം ടോട്ടൽ ഡിഫറെന്റ്. എന്റെ പ്രസംഗ വിഷയം എന്നാന്നറിയോ? ഞാൻ പറഞ്ഞു, നോക്ക, ദൈവം ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ തെരഞ്ഞെടുത്തവരുടെ പ്രത്യേകത. ഒരു നല്ല ആമീൻ പറഞ്ഞാണ്. ഞാന് ഏതെങ്കിലും തുണിക്കടയിൽ പോയാൽ എൻ്റെ സോളിക്ക് ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണൊക്കെ മുമ്പ് ഞാൻ ആദ്യം നോക്കുക അവിടുത്തെ ബൊമ്മകളാണ്. അതിന്റെ കാരണം പറയാം നിങ്ങൾക്ക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയത് അവരുടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം അവിടെ. ആണോ ഇല്ലയോ? ഞാനത് ഊരിയിട്ടെടുത്ത് ഇവൾക്ക് മേടിച്ചു കൊടുത്തിട്ട് പോരും. സൗകര്യമാണ് നോക്കാൻ. നിങ്ങൾക്ക് എന്നെ പിടികിട്ടുന്ന ഞാൻ പറയുന്നത്. ഞാൻ തുണി മേടിക്കാനായിട്ട് പോകത്തില്ല, കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ മേടിച്ചേക്കും. അങ്ങനെയാ എന്റെ സ്വഭാവം, പ്രകൃതം. എന്തിനാ ഞാൻ പറയുന്നറിയോ? അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുവോ എന്ന് പറഞ്ഞേ. ഉറക്കെ പറ. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഡിസ്പ്ലേ. Can I repeat it once again? ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഡിസ്പ്ലേസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ആള് ആണ് ദൈവത്തിന്റെ മാതൃക. ദൈവം ഒരാളെ ഉയർത്തിയാൽ ഇങ്ങനെ ഇരിക്കും, ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ദൈവം ഒരാളെ ഉപയോഗിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ദൈവം ഒരാളെ ശുശ്രൂഷയെ ഏൽപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാനായി ഉയർത്തിരിക്കുന്നയാൾ.